ഹേ ഗൈസ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാക്ബുക്ക് എയർ M2നെ കുറിച്ചാണ്. ഞാനൊരു 1 ഇയർ ആയിട്ട് ഈ ഒരു മാക്ബുക്ക് എയർ M2 ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള എഡിഷൻ പറയുന്നത് 2022 മാക്ബുക്ക് എയർ M2 256 GB 8 GB വരുന്ന മോഡലാണ്. ഇറ്റ്സ് എ ബേസ് മോഡലാണ് കേട്ടോ വരുന്നത്. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ സാധനം. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട കളറാണ് ഇത് കിട്ടിയത്. സോ ഞാൻ ഈ ഒരു മാക്ബുക്ക് എയർ M2 വാങ്ങാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ പറയണത്, ഞാനൊരു എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റാണ്. സോ എനിക്കങ്ങനെ സ്റ്റോറേജ് അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല, പക്ഷെ പെർഫോമൻസ് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഈ 2022 ടൈമിൽ ഞാനൊരു മാക്ബുക്ക് അല്ല, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന കോൺസെപ്റ്റാണ് നടന്നിരുന്നത്. അങ്ങനെ എൻ്റെ മുമ്പിൽ കാണുന്നത് മൊത്തം ഈ ഒരു അസ്യൂസിൻ്റെ സീരീസ് ആയാലും ശരി, അതുപോലെ തന്നെ എയ്സറിൻ്റെ സീരീസ് ആയാലും ശരി, ലെനോവോ, അങ്ങനെ കുറേ ലാപ്ടോപ്സിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്സ് മാത്രമേ എൻ്റെ മൈൻഡിൽ വരുന്നുള്ളൂ. ഞാൻ കാണുന്നത് മൊത്തം അതിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു കൊച്ചിയിലത്തെ മിക്ക ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങി. 2022 ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ 23 നടന്നില്ല, 24 ഞാൻ അവസാനം ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുന്നത്. സോ ആ ഒരു ഡിസിഷനിൽ ഞാൻ മാക്ബുക്കാണ് എടുത്തത്. ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ, ഞാൻ ഈ പറഞ്ഞ ഷോപ്പുകളിലൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് തപ്പി നടന്ന ടൈമിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര വെയിറ്റ് ആണ് ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പറയുമ്പോൾ ഏകദേശം 2 kg പ്ലസ് നോക്കിയാൽ മതി. കാരണം അത്രയ്ക്കും വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ചാർജിങ് ആയാലും ശരി, ലൈക്ക് കേബിൾ ആയാലും ശരി, അതും ഏകദേശം അത്ര ഒരു 1/2 kg പ്ലസ് വെയിറ്റും വരുന്നുണ്ട്. പിന്നെ 170 വാട്ടിൻ്റെ ചാർജറൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആയാലും ശരി ഭയങ്കര കുറവാണ്. നമുക്ക് പെർഫോമൻസ് നല്ല പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ തിങ്ക് മാറ്റിയത്. ലൈക്ക് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇത് വന്നു. ഞാൻ ഒരു ജോബിന് ഫസ്റ്റ് കയറിയ ടൈമിലാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന കോൺസെപ്റ്റ് കണ്ടത്. പക്ഷേ ഈ ഒരു മാക്ബുക്ക് എടുക്കുന്നത് ആഫ്റ്റർ 1.5 years കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വർക്ക് ഒരിക്കലും സ്റ്റോറേജ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൈക്ക് എനിക്ക് ക്ലൗഡോ അല്ലെങ്കിൽ ഡിജിറ്റൽ നെറ്റ്വർക്ക് ആക്സസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. എനിക്ക് കേരിയബിൾ ആവണം, ബാറ്ററി കപ്പാസിറ്റി വേണം, അതുപോലെ തന്നെ ഈസി ടു യൂസ് ആവണം. ലൈക്ക് ഭയങ്കര പെർഫോമൻസ് ആയാലും ശരിയായി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഒരു മാക്ബുക്കിലേക്ക് എത്തുന്നത്. എനിക്കൊരു മാക്ബുക്കിലേക്ക് വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പറയുന്നത് ഇന്റൽ പെന്റിയം ഗോൾഡ് ചിപ്സെറ്റ് വരുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ലാപ്ടോപ്പിലേക്ക് വന്നപ്പോൾ എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻക്രീസ് ആയി എനിക്ക്. കാരണം ആ ഒരു ലാപ്ടോപ്പിൽ എനിക്കൊരു 10 മിനിറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ എനിക്ക് ഇതിലൊരു 2 to 5 minutes എടുത്താൽ മതി ചെയ്യാൻ. കാരണം അത്രയും പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി കിട്ടി. പിന്നെ ഞാനൊരു നാട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. ഒരു മന്ത്ലി ട്വൈസ് ഞാൻ നാട്ടിൽ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ക്യാരി ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഇത് വെറും 1 kg ആണല്ലോ അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ നമുക്ക് വെയിറ്റ്, നമുക്ക് പുറം വേദനിക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയേണ്ട അവസ്ഥ, 2.5 kg ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് വരും. പ്ലസ് അതിൻ്റെ അഡാപ്റ്ററിൻ്റെ വെയിറ്റ് 1/2 kg വരും. അപ്പോൾ ടോട്ടൽ 3 kg വെയിറ്റ് താങ്ങിയിട്ടാണ് നാട്ടിലേക്ക് പോവുക. അതിൻ്റെ കൂടെ നമ്മുടെ തുണികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് വേറെ. സോ പിന്നെ എവിടെ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ എനിക്കിത് ഭയങ്കര ക്യാരിങ് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാറ്ററി, ലൈക്ക് എനിക്കൊരു 12 to 15 hours എനിക്ക് ബാറ്ററി ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 18 hours ആണ് ആപ്പിൾ പറയുന്നത്, പക്ഷെ എനിക്കൊരു 12 to 15 എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ്, ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണം. പക്ഷേ പെർഫോമൻസ് കിട്ടാണ്ട് ഇതിനങ്ങനെയില്ല. നിങ്ങൾ ചാർജ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പെർഫോമൻസ് ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യാൻ മറന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറൊരു അഡാപ്റ്റർ ഉപയോഗിച്ച്, ലൈക്ക് ഞാൻ ഇതിൻ്റെ ചാർജർ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതിൻ്റെ കേബിള്, ഇതിൻ്റെ ചാർജർ. എൻ്റെ സാംസങ്ങിൻ്റെ ചാർജറാണ് നിങ്ങൾ ഈ കാണുന്നത്. രണ്ടും നമ്മൾ വലുപ്പം നോക്കി, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആൻഡ് ക്യാരിയബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇൻ കേസ് ചാർജ് ചെയ്യാൻ മറന്നു, ലൈക്ക് നിങ്ങൾ ചാർജ് ചെയ്യാൻ മറന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഇപ്പുറത്തെ ഒരു വേറെ അഡാപ്റ്റർ ഉപയോഗിക്കാം. ഈ സി പോർട്ട് അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കണ്ടിന്യൂ ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിന് പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ലെനോവോ അല്ല, ഏത് ബ്രാൻഡ് ആയാലും ശരി, ഇന്റൽ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ ഒരു പിന്ന വരുന്നത്, ഇത്ര വാട്ടിൻ്റെ ചാർജിങ്ങും വേണം. പക്ഷെ ഇതിനങ്ങനെ ആ ഒരു ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ അങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതൊരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടും. പക്ഷെ അത് ശീലമാക്കരുത്, അത് പ്രശ്നമാവും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ കിടിലൻ ഡിസ്പ്ലേ ആണ്. നിങ്ങൾ ഒരു ബാക്കിലൊരു ലാപ്ടോപ്പിലും കിട്ടാത്തതിനേക്കാൾ അടിപൊളിയുള്ള വ്യൂവിങ്ങും ആയാലും ശരി, നല്ല പിക്ചർ ക്വാളിറ്റി ആയാലും ശരി ഇതിൽ കിട്ടും. അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചില്ല വെച്ചെങ്കിൽ പണി കിട്ടും ഇതിന്, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ
ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങളൊരു നോർമൽ ഇന്റലിജന്റ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന പോലെ ആ ഒരു ലെവലിൽ ഉപയോഗിക്കരുത്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ തട്ടലും പൊട്ടിക്കഴിഞ്ഞാൽ നല്ല പൈസ പൊട്ടും കഴിയുന്നു. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഇത് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന ലൈക്ക് എൻ്റെ ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 400 റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം കുഴപ്പമില്ലാത്തൊരു സ്പോഞ്ചാണ് വരുന്നത്. നമ്മൾ കറക്റ്റ് ഒരു എൻ്റെ 13 ഇഞ്ച് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ആപ്റ്റ് സാധനമാണ് ഈ ഒരു ബാഗ്. ഇതിലുള്ള ചാർജർ ഇടാൻ പറ്റില്ല. ആദ്യം ചാർജറൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ചാർജർ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റ് കാരണം നമ്മുടെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ കീബോർഡും തമ്മിലുള്ള ടച്ച് കുറച്ചും കൂടും. അതായത് ഡിസ്പ്ലേക്ക് കംപ്ലീറ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ചാർജർ ഇതിലിട്ടില്ല, വെറും കേബിൾ മാത്രമേ സൂക്ഷിക്കുള്ളൂ. ചാർജർ ഞാൻ മീൻസ് അഡാപ്റ്റർ മാത്രമേ ലൈക്ക് കേബിൾ മാത്രത്തിൽ വെക്കൂ. അഡാപ്റ്റർ ഞാൻ എൻ്റെ ബാഗിൽ വെക്കുകയും ചെയ്യാം നോർമലി. സോ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ ബാഗാണ്. പിന്നെ പറയാനുള്ളത്, ആഫ്റ്റർ 1 ഇയർ എനിക്ക് എന്ത് ഫീൽ ചെയ്തു ഈ ഒരു മാക്ബുക്ക് ഉപയോഗിച്ചിട്ട്. സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ബാറ്ററിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ആഫ്റ്റർ 1 ഇയർ എൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തു. ഏകദേശം 100% ബാറ്ററി ഉണ്ടായിരുന്ന സാധനം ഏകദേശം 97% ആയി കുറഞ്ഞു. 3% ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞുണ്ട്. പിന്നെ അതുപോലെ സൈക്കിൾ കൗണ്ട് ഏകദേശം 44 സംതിങ് ആയിട്ടുള്ളൂ എൻ്റെ ലാപ്ടോപ്പിൻ്റെ. പിന്നെ പ്രോബാബിലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഹൈ എൻഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് 8GB 256GB ആയതുകൊണ്ടാണ് ചെറിയൊരു ഹാങ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ലൈക്ക് എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ മാത്രമേ നെഗറ്റീവ് കിട്ടിയിട്ടുള്ളൂ. അത് നമ്മുടെ FCP ആണ്. ഫൈനൽ കട്ട് പ്രോ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്കല്ല, ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കിതൊരു ഹാങ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇത് ഹീറ്റിംഗ് കുറച്ച് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലാകെ വെന്റിലേഷൻ പറയണത് നമുക്കിതിൽ കീബോർഡ് ത്രൂ ഉള്ള വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കുറച്ച് കൂടുതലാണ് ഇതിൽ. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂസ്. പക്ഷെ അതർവൈസ് നമുക്ക് ഇതിൽ നിന്ന് ഹീറ്റ് കാരണം ലൈക്ക് നമ്മുടെ പെർഫോമൻസിലായാലും ശരി ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഹാങ് ഫീൽ ചെയ്യും. അല്ല ടോട്ടലി ഹാങ് ഫീൽ ചെയ്യില്ല, പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ. അപ്പം നമുക്കത് എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ മേ ബി അത് കറക്റ്റ് ആവും, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യും. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ആ ഒരു ഹൈൻ്റെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഇറ്റ്സ് കണക്റ്റഡ് ആണ്. അത് മാത്രമേ എനിക്ക് രണ്ട് നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു ഇഷ്യൂസും എനിക്ക് കറണ്ട് ഇല്ല. കാരണം സ്പീക്കർ ആയാലും ശരി, ഡിസ്പ്ലേ ആയാലും ശരി, കീബോർഡിൻ്റെ യൂസ് ആയാലും ശരി, മൗസ് പാഡ്, പ്രത്യേകിച്ച് മൗസ് പാഡൊക്കെ കിഡിലനാണ്. നമുക്ക് നല്ല ഫീൽ കിട്ടും മൗസ് പാഡ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് മൗസ് പാഡാണ്. കാരണം ഇതിലാകെ പോർട്ട് എന്ന് പറയുന്നത് 3 പോർട്ടേ ഉള്ളൂ. ഒന്ന് ഈ ഒരു 3.5mm ജാക്കിൻ്റെയും അതുപോലെ 2 C പോർട്ട് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു മൗസ് ഞാൻ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് ലൈക്ക് ഒരു USB അത് മേടിച്ചില്ല. കാരണം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വേറെ നമ്മൾ എന്തെങ്കിലും ആവശ്യം നമുക്ക് വേറെ കുത്തി കഴിഞ്ഞാൽ ആ ടൈമിൽ മൗസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലൂടൂത്ത് മൗസ് മേടിച്ചത്. എനിക്ക് ഈ മൗസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വൺസ് ഈ മാക്ബുക്കിൻ്റെ മൗസ് ഉപയോഗിച്ചവർ അല്ലെങ്കിൽ ഇൻബിൽട്ട് മൗസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഈ ഒരു സാധനത്തിൽ തീരെ കംഫർട്ട് കിട്ടില്ല. കാരണം ഇത് അത്രയും കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ മൗസ് ഉപയോഗിക്കാൻ. പക്ഷെ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. പക്ഷെ മാക്ബുക്ക് ചെയ്യുന്നവർക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ പേഴ്സണലി അങ്ങനെ യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഈ പേഴ്സണൽ കാര്യങ്ങൾക്കാണ് ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്. ലൈക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രീലൻസ് വർക്ക്സും കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കും. പക്ഷെ എൻ്റെ ഓഫീസ് വർക്കിന് ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഈ ഒരു സാധനം എനിക്ക് യൂസ്ഫുൾ ഉള്ളൂ. സോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ആഫ്റ്റർ 1 ഇയർ എനിക്ക് ഫീൽ ചെയ്തിട്ട് നെഗറ്റീവ് എന്നുള്ളത് ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ളൂ. എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് മാക്ബുക്ക്. ഇനി ആരൊക്കെ ഇത് വാങ്ങണം? സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് അധികം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ യൂസ് അധികം വരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഇനിയൊരു നിങ്ങൾക്കൊരു SSDയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മളൊപ്പമുള്ള ഫ്രണ്ട്സും അതിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ വീഡിയോ എഡിറ്റേഴ്സാണ്, അവർ SSD എക്സ്ട്രാ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വർക്ക്സ് ചെയ്യുന്നവരായാലും ശരി, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിനായിട്ട് ഇവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മാക്ബുക്ക്. ഇനി ബാക്കിയുള്ളവരുടെ യൂസ് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല. ലൈക്ക് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ അതിനെ ബേസിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഹാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പറ്റും. പക്ഷേ നിങ്ങളെപ്പോഴും കെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ കീബോർഡ്സ് ആയാലും ശരി അത്ര ഹാർഡായിട്ടുള്ള യൂസ് ചെയ്യരുത് കീബോർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കീബോർഡ് കുത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെർഫോമൻസിൻ്റെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളോട് പറയും ഇത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കംപ്ലയിൻറ്റ് കിട്ടും, അത് പറ്റും ഇത് പറ്റും.
ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കും. കാരണം നിങ്ങളുടെ ഫോൺ എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു സാധനം നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച മുതൽ നിങ്ങളുടെ കയ്യിൽ എത്ര വട്ടം വീണിട്ടുണ്ടാവും. കാരണം ഞാൻ ഈ സാധനം മേടിക്കുന്നത് എനിക്ക് ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ വന്നു. എന്ത് മേടിക്കുന്നത്, പറ്റിക്കഴിഞ്ഞാൽ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അത് പോവും ഇത് പോവും. ശരിയാണ്, ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്ട്രാ ക്യാഷ് ആയിട്ട് പോകും. പക്ഷെ വൺസ് നമ്മുടെ ലൈഫിൽ ഒരു ആഗ്രഹം എന്നുള്ള ലെവലിലാണ് ഞാൻ മേടിച്ചത്, പ്ലസ് എൻ്റെ വർക്കും. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ച സാധനം ഞാൻ അത്രയും ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. പക്ഷേ എനിക്ക് അത്രയും ഇതിൽ ഞാൻ കെയർ ചെയ്ത് ഉപയോഗിക്കും. അത്രയും കാലമായിട്ട് എൻ്റെ അത് വീണിട്ടുള്ളത് അത്രയും ഞാൻ കെയർ ചെയ്ത് ഉപയോഗിക്കണത്. ഇത് അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ അത്രയും ഡാമേജ് ആവുന്ന സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഒരു തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പോഴും നമ്മൾ എപ്പോഴും ഇത് കെയർ ചെയ്യുക. അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് ബാഗ് വെക്കരുത്. കാരണം ലാപ്ടോപ്പാണ്, ഒരു ഓർമ്മ വേണം. അപ്പോൾ അതൊക്കെ നോക്കി കെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചിലർ സിമ്പിൾ ആയിട്ട് കാണുന്നത് ചിലരുടെ ഫോൺ എടുത്ത് ഞാൻ മനസ്സിലാവും അവരുടെ ഡിസ്പ്ലേ എത്ര വട്ടം പൊട്ടിയിട്ടും സ്ക്രീൻ കാർഡ്. ആ ഡിസ്പ്ലേ കൂടുതൽ പൊട്ടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ ഇത് കംപ്ലൈൻറ്റ് പറ്റും. കാരണം നിങ്ങൾ അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്തവരാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ പൈസ പോയി നിന്നുള്ളൂ. പക്ഷെ ആ നേരം നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളൂ, ലാപ്ടോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ മാക്ബുക്കിനെ കുറിച്ചിട്ട്. സോ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ പേരിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സിൽ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും.